ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു കിടിലം പുതിയ വെബ്സൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാൻ സ്കിപ്പ് അടിക്കരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിൻ്റെ മുമ്പായിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബ്രോ ഇതെന്താണ് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് എന്തുവാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതെന്തുവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും ഫോളോവേഴ്സ് വാങ്ങാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും താഴെ വാച്ച് നൗവിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയി എൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്കും ഒക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളിവിടെ കാണുന്ന ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ബോക്സ് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾ നേരെ യൂട്യൂബിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. എന്നിട്ട് താഴത്തെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ എന്ത് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ തിരിച്ച് നമ്മുടെ ക്രോമിലേക്ക് തന്നെ വരിക. എന്നിട്ട് നിങ്ങളിവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ള ബ്ലാക്ക് ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകും. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മുന്നേ വീഡിയോ ചെയ്ത വെബ്സൈറ്റ് ആണെന്ന്. അല്ല, ഇതേപോലത്തെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അതായത് വേറെ പേരിൽ വെബ്സൈറ്റ്, വേറെ പല പല പേരിൽ ഈ സെയിം ഡിസൈനിൽ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതെല്ലാം ശേഖരിച്ച് വെച്ചുകൊണ്ട് ഇതും ശേഖരിച്ച് വെച്ചുകൊണ്ട് എല്ലാത്തിലൂടെയും കയറി ഫോളോസ് കൂട്ടാൻ പറ്റും. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് എന്താ ഫോളോസ് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഏറ്റവും മേളിൽ തന്നെ ഈ ജി വെച്ച് എഴുതിക്കുന്നുണ്ട്. ഇത് തുർക്കി ഭാഷയാണ്. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ലോഗിൻ ബട്ടനാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടോ ഒന്നും വരുന്നില്ല. നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്ന ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൻ്റെ വെറും യൂസർ നെയിം കൊടുത്തുകൊണ്ട് നമുക്ക് ഫോളോസിനെ കൂട്ടാം. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ ജി വെച്ച് എഴുതിക്കുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴത്തെ ബോക്സിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഈ താഴെ കാണുന്ന നീല ബട്ടൺ ഇല്ലേ, അത് ലോഗിൻ ബട്ടനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന ആ ഒരു ജി വെച്ച് എഴുതിയിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് താണ്ട് ഇതേപോലെ വന്നിട്ടുണ്ട്. അതായത് ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിലവർക്കേ വരുള്ളൂ, ചിലവർക്ക് ഡയറക്റ്റ് ലോഗിൻ ആവും. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ പച്ച കളറിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഫേക്ക് അക്കൗണ്ട് ഏത് മെയിൽ വെച്ചാണോ ക്രിയേറ്റ് ചെയ്തത് ആ മെയിലിലേക്ക് OTP വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ OTP വന്നിട്ടുണ്ടാവും. ഞാൻ മെയിലൊന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ എനിക്ക് മെയിലിൽ OTP വന്നിട്ടുണ്ട്. ഞാൻ ഈ OTP കോപ്പി ചെയ്തിട്ട് അവിടെ അടിക്കുകയാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ഏത് മെയിൽ വെച്ചാണോ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ മെയിലിലേക്ക് OTP വരും. പേടിക്കണ്ട, നമ്മൾ ഫേക്ക് അക്കൗണ്ട് അല്ലേ ഇതിൽ ലോഗിൻ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ OTP ബോക്സിൽ അടിച്ച്, ചിലവർക്ക് പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ OTP അടിക്കേണ്ടതായിട്ട് വരില്ല. അഥവാ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് നമ്മളിവിടെ കാണുന്ന പച്ച ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾക്ക് ഇങ്ങനെ ലോഡിങ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ തന്നെ ഒരു ക്ലോസ് ബട്ടൺ കാണാൻ സാധിക്കും. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ നിങ്ങളിവിടെ ആ ഒരു ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് ആദ്യം തൊട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഒന്നുകൂടെ എൻ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയതിനു ശേഷം ഇതേപോലെയാണ് വരുന്നത്. നിങ്ങൾ സൂം ചെയ്തിട്ട് ഇവിടെ ഫോളോവേഴ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ ലൈക്സും കൂട്ടാം. ലൈക്സ് കൂട്ടാൻ നേരത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഏത് ഫോട്ടോയ്ക്കാണ് ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഫോളോവേഴ്സാണ് കൂട്ടുന്നത്. അതിന് വേണ്ടി ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പേജ് എങ്ങനത്തെയെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു പേജിലേക്ക് തന്നെയാണ് ലോഡായി വരുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. നിങ്ങൾ നന്നായിട്ട് താപ്പോട്ട് നീക്കി വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിനകത്തേക്ക് നിങ്ങളുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് വേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. അതേപോലെ തന്നെ ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കിയിരിക്കണം. അക്കൗണ്ട് പബ്ലിക് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഫ്ലാഗ് റിവ്യൂ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് മാത്രം ഇതിൽ നിന്ന് ഓർഡർ ചെയ്യുക. ഇനി നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് എങ്ങനത്തെ പേജിലേക്ക് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
അതിനുശേഷം നമ്മുടെ ഹോം പേജിലേക്ക് തന്നെയാണ് ലോഡായി എത്തുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. താപ്പോട്ട് നീക്കി വന്നിട്ട് ഇവിടെ 35 ഫോളോവേഴ്സാണ് 1 ക്ലിക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഏറ്റവും താഴെ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് താപ്പോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈമർ ഉണ്ട്. ഈ ഒരു ടൈമർ 0 ആകുമ്പോഴത്തേക്കും കറക്റ്റ് 35 ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിരിക്കും. ഈ ഫോളോവേഴ്സ് വരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെച്ച് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ഒരു വട്ടം ഫോളോസ് കൂട്ടിയാൽ പിന്നെ 60 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് കൂട്ടാവുന്നതാണ്. അപ്പം തന്നെ പിന്നെയും കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ പുതിയ ഫേക്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് അതും അപ്പം തന്നെ ലോഗിൻ ചെയ്ത് ഫോളോസ് കൂട്ടാം. ഇതിൽ ലോഗിൻ ചെയ്ത ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ലോഗൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ തന്നെ ചെറിയൊരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഫോളോസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കയറി വാങ്ങാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗായ്സ്.